ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു മിനിമൽ മേക്കപ്പ് ലുക്കാണ്, സിമ്പിളായിട്ടുള്ള ലുക്കാണ് കേട്ടോ. സോ ഞാൻ എങ്ങനെ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊരു ലൈനർ വരച്ചിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് മാത്രം ഡിഫറൻസ് തന്നെ തോന്നത്തുള്ളൂ. സോ അത്ര സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് മേക്കപ്പ് ഇടുന്നതിന് മുമ്പത്തെ എൻ്റെ കോലം. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ സൗദിയിൽ വന്നിട്ട് ഒത്തിരി സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ്ലി നാട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല പ്രോഡക്റ്റ്സ് ഒന്നും. ആൻഡ് ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാൻ ഒരു പേടി, ബട്ട് ഇനി ട്രൈ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ആക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും സ്കിൻ കെയർ യൂസ് ചെയ്യുന്നില്ല. ബേസിക്കലി എൻ്റെ ലിപ്സിനാണ് ഏറ്റവും കൂടുതൽ വിൻ്റർ എഫക്റ്റ് ചെയ്തത്, ഭയങ്കര ഡ്രൈ ആയിട്ട്. അപ്പോൾ ലിപ്സിന് നല്ല ചേഞ്ച് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെബല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നന്നായിട്ട് നല്ലൊരു കോട്ട് ഞാനിടും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോയ്സ്ചറൈസറാണ് അക്വാലോജിക്കയുടെ. സോ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ തന്നെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസർ. ആൻഡ് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യും, ഫേസ് ഫുൾ അപ്ലൈ ചെയ്യും, നെക്കിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസറിൽ അവക്കാഡോയുടെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ എൻ്റെ ഫേസിന് ഈ ഒരു മോയ്സ്ചറൈസർ നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാറുള്ള ഡോട്ട്&കെയുടെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ട് വീഡിയോയിലില്ല, ഞാൻ ഇപ്പോൾ വിൻ്റർ കെയറിന് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ചിലർ പറയാറുണ്ട് വിൻ്ററിൽ സൺസ്ക്രീൻ ഇടുന്നെന്ന് പറയാറുണ്ട്, ബട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഈ ഒരു ഫേസ് എമൽഷനും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്തൊരു മേക്കപ്പ് ഇട്ടാലും നല്ലൊരു ബേസ് കോട്ട് കൊടുത്തില്ലെങ്കിൽ ആ ഒരു മേക്കപ്പ് ലുക്കിന് ഒരു ഫിനിഷിങ് അങ്ങനത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഡയറക്റ്റ്ലി മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നേക്കാൾ നല്ലത് എപ്പോഴും നല്ലൊരു കോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഞാൻ 2 കോട്ട് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഈ ഒരു ഫേസ് എമൽഷനും കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണതിനൊപ്പം തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്തും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അപ്ലൈ ചെയ്യുന്ന രീതിക്ക് തന്നെ അത് നമ്മുടെ ഫേസിന് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ മിക്കതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രോഡക്റ്റ്സാണ്. എല്ലാം തന്നെ തീരാറായിട്ടുണ്ട്. സോ എല്ലാം റീഫിൽ ചെയ്യണം. നമ്മളിപ്പോൾ എന്നും പുറത്ത് പോകാത്തവരാണെങ്കിൽ എന്നും നമ്മുടെ ഫേസ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എവിടെയാണ് ഡ്രൈനെസ് കൂടി വരുന്നത്, അങ്ങനെയൊക്കെ ഒന്നും ചെക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മിററിൻ്റെ മുമ്പിലൊക്കെ കുറേ നേരം പോയിരുന്ന് ഇങ്ങനെ ഫേസൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ എന്നെപ്പോലെ പ്രാന്തുള്ളവർ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുന്നത്, ഇത് മമ്മായത്തിൻ്റെ ലിപ് ബാമാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. മമ്മായത്തിൻ്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ, നല്ല പ്രോഡക്റ്റ്സാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഈ മമ്മായത്തിൻ്റെ ഈ ലിപ് ബാമൊക്കെ നല്ല പ്രോഡക്റ്റായിട്ട് തോന്നി. ആൻഡ് നമ്മൾ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിനെ അത് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മേക്കപ്പ് ഇടാവൂ. ഓൾസോ നമ്മളിപ്പോൾ ഏതൊരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഫൗണ്ടേഷൻ അത് നമ്മൾ കോമ്പാക്റ്റ് എല്ലാം ഇടുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈം നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട്, സ്കിന്നിനെ അബ്സോർബ് ചെയ്യാനായിട്ട് കൊടുക്കണം. എന്നാലാണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് സ്യൂട്ടായിട്ട് വരുള്ളൂ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് ചെയ്യാവൂ. പിന്നെ ഞാൻ ലൈനറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഫേസസ് കാൻഡയുടെ ഐലൈനറാണ് ഈ റെഡ് കളറ്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. സോ ഞാൻ സൈഡിലേക്ക് നോക്കുന്നത് അവിടെയാണ് മിറർ. ആൻഡ് ഇവിടെ ഞാൻ ക്യാമറ വെച്ചിട്ടാണ് ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൈഡിലേക്ക് നോക്കിയിട്ട് കണ്ണ് എഴുതുന്നത് കേട്ടോ. സോ ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ലൈനറാണ്. ആൻഡ് ഫോർ ദ കാജൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയുടെ ഈ കാജലാണ്. എൻ്റെ പൊന്നെ, ഇത് അടിപൊളി സംഭവമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയറായിട്ട് ഈ സ്റ്റുഡിയോയുടെ ഈ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു 99 റുപ്പീസ് എന്തോ ഉള്ളൂ. നല്ല ബ്ലാക്ക് കളറാണ്, അതുപോലെ നല്ല ലാസ്റ്റിങ്ങും ഉള്ളൊരു കാജലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാജലാണ്. സോ ഞാൻ സൗദിയിലേക്ക് വന്നപ്പോൾ കുറച്ച് പീസസ് എൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് 2 ഇയറായിട്ട് ഞാൻ എറണാകുളത്ത് താമസിക്കുമ്പോൾ തൊട്ട് ഞാൻ ഈ ഒരു കാജൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഐബ്രോ പെൻസിൽ എൻ്റെ കയ്യിലില്ല. സോ ഇത് തന്നെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഫില്ല് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ വരാനായിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതുമ്പോൾ ജസ്റ്റ് ജോയിൻ ആയിട്ടിരിക്കുമല്ലോ, അത്ര തന്നെ ഉദ്ദേശിക്കുന്നതല്ല. വലിയ എഫക്റ്റ് ഒന്നും ഈ കാജൽ വെച്ച് നമ്മൾ ഐബ്രോ ചെയ്ത് ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കോമ്പാക്റ്റാണ് ഇടുന്നത്. ഫിറ്റ്മിയുടെ കോമ്പാക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതും യൂസ് ചെയ്ത് തീരാറായി, നിങ്ങൾ കണ്ടല്ലോ.
സോ അതാണ് ഇടുന്നത്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് മിനിമൽ ലുക്കിൽ കോമ്പാക്റ്റ് മാത്രമാണ് ഇടുന്നുള്ളൂ. സോ കോമ്പാക്റ്റ് ഒരുവിധം കവർ ചെയ്ത് ഫേസ് ഫുൾ ഇടും. ആൻഡ് ഓൾസോ ഈ സ്പഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്പഞ്ചും കൊണ്ട് നമ്മൾ കോമ്പാക്റ്റ് ഒന്നും ഇടാതിരിക്കുക. ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ലാസ്റ്റ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ മെബിലിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല. മെബിലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, എനിക്കിഷ്ടമുള്ള ഷെയ്ഡാണ്. ആൻഡ് ഇത് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യാറ് എൻ്റെ ലിപ്സിൽ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മിനിമൽ ലുക്കിൽ സുന്ദരി കുട്ടിയായിട്ടില്ല ഞാൻ തന്നെ സ്വയം പറയുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു മേക്കപ്പ് ലുക്ക്. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നമ്മൾ ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഞാൻ ഇത്രയാണ് മേക്കപ്പായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഇവിടെ വന്നേ പിന്നെ, സൗദിയിൽ വന്നേ പിന്നെ. ഞാൻ ഈ കുത്തിയിരുന്ന ക്ലിപ്പ് ഞാൻ 5 റിയാൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സെറ്റിന് അടിപൊളി ക്ലിപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഓർക്കുന്നു. സോറി, വീഡിയോ തീർന്നിട്ടില്ല. ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പെർഫ്യൂം അടിക്കാതെ ഇവിടെ സൗദിയിലും നമ്മളൊന്നും ആരും പുറത്ത് പോകാറില്ല അല്ലേ. സോ ഇത് ഹാല 24 സോളോറോടെ പെർഫ്യൂമാണ്. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇവിടെ സൗദിയിലും UAE-യിലും ഖത്തറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. സോ അതാണ് അടിച്ചേക്കുന്നത്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഓർക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.